ിലേക്ക് ആടാൻ പറ്റുന്ന രീതിയിൽ ഫുഡൊക്കെ കൂടെ ചെയ്ത് ഉൾക്കടലൊക്കെ വരുമ്പോഴത്തേക്കാണ് കുറച്ചുകൂടെ ഹൈ ഒക്കെയാണ്. ബീച്ച് വില്ലാസ്, ഡയറക്റ്റ് ബീച്ചിലേക്ക് ബീച്ച് വില്ലാസ് ഉണ്ട് ആയിട്ട് വരുന്ന ഗാർഡൻ. ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് ഹൈ അങ്ങനെയൊന്നും കേരളത്തിൽ നിന്നൊക്കെയാണ് മെയിൻ ഫോട്ടോസ് എടുക്കാനുള്ള പോയിന്റ്സ് ഒക്കെ ഉണ്ട്. വിശാലമായ പ്ലെയിൻ വ്യൂ ആയിരുന്നു. ഇങ്ങോട്ടേക്കുള്ള വേലി പോലെ അവര് റിസോർട്ട് അനുസരിച്ച് വരിക ചെയ്യുന്ന പോലെ സീസൺ അനുസരിച്ചും പോലെയൊക്കെ കുറച്ചുകൂടെ ബഡ്ജറ്റ് കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ ഭംഗിയാണ് ഇതില്. കേരളത്തിന് സിമിലർ ആയിട്ടുള്ള ഒരു കാലാവസ്ഥ തന്നെയാണ്. കേരളം വ്യൂ ഒക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പോലത്തെ ഓർഡർ ചെയ്ത് ഇവിടെ ഇരുന്ന് രാത്രിയിൽ ഈ ഒരു ലൈറ്റിങ്ങും ഈ ഒരു കടൽ കാറ്റൊക്കെ അടിച്ച് ഇവിടെ 2-3 ദിവസമൊക്കെ വന്ന് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ലൊക്കേഷൻ ആണ്. ഞാൻ യൂസിന് വേണ്ടിയിട്ട് ഉള്ള ബഗ്ഗിയാണ്. അപ്പൊ അത് അതിന് വേണ്ടിയിട്ട് കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയകളൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നൊക്കെ കാണാൻ പറ്റും. ഈ ബീച്ച് സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇതേപോലെ ചെറിയ ഊഞ്ഞാല് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കെട്ടിയിട്ടുണ്ടാവും. നമുക്ക് ഡയറക്റ്റ് സീല് ഫേസ് ചെയ്യുന്ന രീതിയിൽ സീയിലേക്ക് ആടാൻ പറ്റുന്ന രീതിയിൽ കുറെ സ്വിങ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാം. നല്ല രസമാണ് കേട്ടോ അതിലിരുന്ന് ഇങ്ങനെ ആടാനായിട്ട്. ഇതിന്റെ ഇടയ്ക്ക് ഈ കടലിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റ്, പിന്നെ ഇവിടെ ഈ മരത്തിന്റെ ഒക്കെ കൂടെ ഷെയ്ഡ് വരുന്നോണ്ട് അങ്ങനെ വെയിലും അടിക്കുന്നില്ല. ഇപ്പം നല്ല ഉച്ച സമയമാണ്, നല്ല വെയിൽ. അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലുള്ള സമയമാണ്. ഈ ക്ലീൻ വെള്ളത്തിന്റെ ഒരു ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആളായിട്ട് നല്ല രസം. ഞാൻ പറയാറില്ല ഇവിടെ ഭയങ്കര ക്ലീൻ ആണ്, ഇതിന്റെ അങ്ങനെ വേസ്റ്റ് ഇവിടെ ഒന്നും ഇടാറൊന്നുമില്ല എന്ന്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ആക്ച്വലി ഒരു വർക്കേഴ്സും ഗസ്റ്റും ഒക്കെ കൂടെ വരുമ്പോ ഏകദേശം 1000-ത്തിനടുത്ത് ആൾക്കാര് താമസിക്കുന്ന ഒരു ഐലൻഡ്. ആൾക്കാർ വരുന്ന ഡെയിലി അവർക്ക് അത്രയും പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയും അത്രയും പേരുടെ ഫുഡ് വേസ്റ്റ് ഒക്കെ വരുന്ന ഏരിയയാണ്. പക്ഷെ ഈ വരുന്ന ഫുഡൊക്കെ കൂടെ ഇവര് എടുത്ത് കളക്ട് ചെയ്തിട്ട് അത് ഗ്രൈൻഡ് ചെയ്ത് ഉൾക്കടലിൽ അങ്ങ് ദൂരെ ഉൾക്കടലിൽ കൊണ്ടുപോയി താത്തും. അപ്പം അത് വന്ന് ആ ഫിഷും വലിയ വലിയ മത്സ്യങ്ങളും അതെല്ലാം അത് ഭക്ഷിച്ച് അതങ്ങ് ആ വെള്ളത്തിൽ അങ്ങ് ഒഴുകി പൊക്കോളും. പിന്നെ ഈ തീരത്തേക്ക് പിന്നെ അങ്ങ് കയറി വരത്തില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ബീച്ചിലേക്ക് ഇങ്ങനെ വേസ്റ്റോ അങ്ങനത്തെ അക്കുമുലേഷനോ ഒന്നും വരാത്തത്. അത് ഭയങ്കര ഒരു അതിശയകരമായ ഒരു സംഭവമാണ് കേട്ടോ. ഇത്രയും ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയിൽ ഒരു എന്താ പറയാ ഒരു ഈവൻ കുഞ്ഞി വേസ്റ്റ് പോലെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഉള്ളതോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ എല്ലാം വീണ് കിടക്കുന്നതും അങ്ങനെയൊക്കെ കാണത്തുള്ളൂ. അപ്പൊ ഇവിടെയൊക്കെ നമ്മള് ഈ ബെഞ്ച് ഇതേപോലെ ഈ ഊഞ്ഞാൽ ഇട്ടേക്കുന്ന പോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതേപോലെ ബെഞ്ചസും ഇത് കിടക്കാനായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഈ ബീച്ച് സൈഡിലേക്ക് വരുന്ന വീടുകളൊക്കെ ഉണ്ട്. അപ്പം ഡയറക്റ്റ് ബീച്ച് ഫേസ് കിട്ടുന്ന രീതിയിലുള്ള റൂംസും ഉണ്ട്. അപ്പൊ അതനുസരിച്ച് ഓരോ റൂംസ് അതിന്റെ ആ ഒരു പൊസിഷൻ അനുസരിച്ച് അതിന് റേറ്റ് വ്യത്യാസമൊക്കെ വരും. വാട്ടർ വില്ലയിലേക്കൊക്കെ വരുമ്പോഴത്തേക്കാണ് കുറച്ചുകൂടെ ഹൈ റേറ്റ് ഒക്കെ. അപ്പം എന്റെ പുറകില് ഇപ്പൊ ഈ കാണുന്ന ഈ സൈഡിലേക്ക് കാണുന്നതൊക്കെയാണ് ബീച്ച് വില്ലാസ്. ബീച്ച് വില്ലാസ് തന്നെ പലതുണ്ട്. ഇതിപ്പോ ബീച്ചിൽ നിന്ന് ഡയറക്റ്റ് വ്യൂ കിട്ടുന്ന സീ വ്യൂ ഡയറക്റ്റ് കിട്ടുന്നതുകൊണ്ടാണ് ഇതെല്ലാം ഈ ബീച്ച് വില്ലാസ് ആയിട്ട് വരുന്നത്. അപ്പം ബീച്ച് വില്ലാസിൽ തന്നെ ഇതില് ജക്കൂസി ബീച്ച് വില്ലാസ് ഉണ്ട്, ജക്കൂസി ഇല്ലാത്ത ബീച്ച് വില്ലാസും ഉണ്ട്. അപ്പം കമ്പാരിറ്റീവ്ലി നമുക്കറിയാം ജക്കൂസി ഉള്ളതിന് മറ്റേതിനെക്കാട്ടിലും കുറച്ച് റേറ്റ് കൂടുതലുണ്ടായിരിക്കും. പിന്നെയും വരുന്നുണ്ട് ഉള്ളിലേക്ക് റൂംസ്, അതായത് ഫുള്ള് ഗാർഡൻ സറൗണ്ട് ചെയ്തിട്ട് ഐലൻഡിന്റെ സെന്റർ ഭാഗത്തൊക്കെ ആയിട്ട് വരുന്ന ഗാർഡൻ വില്ലാസ് ഉണ്ട്. അപ്പം അവിടുന്ന് നമുക്ക് ഡയറക്റ്റ് സീ ഇങ്ങനെ കിട്ടത്തില്ല. പിന്നെ അതുകൊണ്ട് എല്ലാത്തിലും വെച്ച് നോക്കുമ്പം കമ്പാരിറ്റീവ്ലി ബെറ്റർ റേറ്റ് വരുന്നത് ഇതേപോലെ ഗാർഡൻ വില്ലാസ് ആയിരിക്കും. പിന്നെ ഈ വാട്ടർ വില്ലാസ് ഉണ്ട്. വാട്ടർ വില്ലാസ് വെള്ളത്തിലേക്ക് ഇറങ്ങി ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് നിന്ന് 2 സൈഡിലേക്കും പോകുന്ന ഹട്ട്സ് ഒക്കെയാണ് വരിക. അപ്പം അതിനാണ് എല്ലാത്തിലും വെച്ച് നോക്കുമ്പോൾ ഹൈ റേറ്റ് വരിക. അപ്പൊ അതില് ജക്കൂസി വാട്ടർ വില്ലാസ് അനുസരിച്ച് പല പല റൂംസും കാര്യങ്ങളാണ് ഇപ്പൊ നമുക്ക് ഇവിടെ കാണാവുന്നത്. ഇപ്പൊ നേരെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ ഷിപ്പ് നമുക്ക് കാണാം. അത് സപ്ലൈ ജെട്ടിയിലേക്ക് ചേർന്ന് പാർക്ക് ചെയ്തിട്ടേക്കുന്ന ആ ഷിപ്പ് കണ്ടോ. അവിടേക്കാണ് ഈ ഐലൻഡ്സിലെല്ലാം ഇവിടെ ഒന്നും സ്വന്തമായിട്ട് ഉൽപാദനോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം മറ്റ് ആ ഒരു സെന്റർ മാലിയിലേക്ക് വരുന്ന സാധനങ്ങളൊക്കെ പല പല ഐലൻഡ്സിലേക്ക് സപ്ലൈ ചെയ്ത്
ഇവിടേക്ക് വന്ന് എത്തിക്കുന്നതാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വലിയ ഷിപ്പുകളിലൊക്കെ വന്ന് ആ സപ്ലൈ ജെട്ടിയിലേക്ക് വന്ന് എല്ലാ സാധനങ്ങളും ഒക്കെ പയ്യെ പാസ് ചെയ്ത് അങ്ങ് കൊണ്ടുപോവാം. എല്ലാം ഇതേപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ട് കമ്പാരിറ്റീവ്ലി ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് ഹൈ ആയിരിക്കും. ഇവിടെ ആകെപ്പാടെ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ളത് എന്ന് പറയാൻ പറ്റുന്നത് മീനാണ്. മീൻ മാർക്കറ്റുകളൊക്കെ സെൻട്രൽ മാലി ഐലൻഡില്, മാലി ദ്വീപില് നമുക്ക് മീൻ മാർക്കറ്റൊക്കെ ഇഷ്ടം പോലെ കാണാം. അപ്പം പിന്നെ വരുന്ന എല്ലാ വെജിറ്റബിൾസും അരി ഐറ്റംസും അങ്ങനെയെല്ലാം പല പല കൺട്രീസിൽ നിന്ന് അവര് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുക. കേരളത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ വരുന്ന ഒരു സപ്ലൈ കൺട്രി വരുന്നത് ശ്രീലങ്കയാണ്. അപ്പൊ അങ്ങനെ ശ്രീലങ്കയിൽ നിന്നും കേരളത്തിൽ നിന്നും ഒക്കെയാണ് മെയിൻ ആയിട്ട് ഇങ്ങോട്ട് ഐറ്റംസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ആ കേരളത്തിൽ നിന്ന് വരുന്ന സാധനങ്ങൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് നിൽക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി നല്ല റേറ്റ് ആയിരിക്കും. ഇങ്ങനെ നമ്മളിപ്പോ പറഞ്ഞു വന്നത് മാൽദീവ്സ് ഒരു ഡിപ്പെൻഡന്റ് രാജ്യമാണ്. അപ്പം എല്ലാ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടഡ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ മെഡിക്കൽ ആവശ്യങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഐലൻഡ്സിൽ നിന്നൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ കൂടുതൽ പേര് കണ്ടുവരാറുണ്ട് കേട്ടോ. അവിടെയാണ് എന്തെങ്കിലും മെയിൻ സർജറീസ് ട്രീറ്റ്മെൻറ്റ്സിനൊക്കെ നമ്മുടെ കേരളത്തിൽ വരുന്ന കാഴ്ചയും കൂടുതൽ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെയൊക്കെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ കുഞ്ഞു കുഴികൾ കാണുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഈ ചെറിയ ഞണ്ടുകൾ ഞൊഴഞ്ഞിറങ്ങി പോയ പാത്തുകളാണ്. അപ്പോൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ കാണാം. എനിക്ക് തോന്നി ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പം കൂടുതൽ രാത്രിയിൽ ഒരു ബീച്ചിൽ അങ്ങനെ ഇരിക്കാൻ വന്ന സമയത്ത് ഒരു കൂട്ടം ഞണ്ടുകൾ ഇങ്ങനെ ഓടിപ്പോവായിരുന്നു. അപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരിടത്ത് ഫ്രീ ആയിട്ട് ഇരിക്കാൻ കിട്ടുമോ എന്ന് നോക്കി ഞാനിങ്ങനെ തപ്പി നടക്കുമായിരുന്നു. അപ്പം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഞണ്ടുകളൊക്കെ കാണാം. പക്ഷെ അങ്ങനെ ഉപദ്രവകാരികളായ ഞണ്ടുകളല്ല, പകലും കാണാവുന്നതാണ്. പകൽ ഇപ്പം ഞാൻ ഇതുവരെ കണ്ടില്ല, പക്ഷെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു ഞണ്ടുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പല പല ജീവജാലങ്ങളൊക്കെ ആയിട്ട് വളരെ എൻഗേജ്ഡ് ആണ് നമ്മുടെ ഐലൻഡ്. ഇതേപോലെ തെങ്ങുകളൊക്കെ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന പല കാഴ്ചകളുണ്ട്. അപ്പം ഈ ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടം പോലെ ഫോട്ടോസ് എടുക്കാനുള്ള പോയിന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇതിൻ്റെ മരത്തിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ടും ചാരി നിന്നും ഒക്കെ ഇഷ്ടം പോലെ ഫോട്ടോസ്. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ എന്ന് വെച്ചാൽ ഒരു വിശാലമായ പ്ലെയിൻ വ്യൂ ആണ്. നമ്മൾ സ്ക്രീൻ സേവറൊക്കെ ആയിട്ട് നമ്മുടെ ലാപ്ടോപ്പിലും സ്ക്രീനിലൊക്കെ കാണുന്ന ടൈപ്പ് ഒരു വ്യൂ ആണ് ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കാണുന്നത്. എന്ത് ഭംഗിയല്ലേ. അതിൻ്റെ ഇടയ്ക്കോട്ട് ഒരിങ്ങനെ ഈ തെങ്ങൊക്കെ ഇങ്ങനെ ചാഞ്ഞ് ഇത് സീയിലേക്ക് കിടക്കുന്ന പല വ്യൂസൊക്കെ കൂടി ആയിട്ട് ഭയങ്കര ഭംഗിയാണ്. ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ടിക്കറ്റ് ഫെയർ ആയത് 9,000 ആയിരുന്നു ഇങ്ങോട്ടേക്കുള്ളത്. അപ്പം നമുക്ക് അവിടെ ഇറങ്ങാൻ നേരത്ത് ഇവിടെ അവിടെ സമയത്ത് അവരിങ്ങനെ ചോദിക്കും, റിട്ടേൺ ടിക്കറ്റും കൂടെ കാണിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പം ഇത് വേരി ചെയ്യുന്ന നോക്കി ഞങ്ങൾ ഇരുന്നു. അപ്പം ഞങ്ങൾക്ക് ആക്ച്വലി അങ്ങോട്ട് പോകാൻ നേരത്ത് 9,000-നെക്കാട്ടിലും മേളെയായി. അപ്പോൾ അതായത് 15,000 ആയി അങ്ങോട്ടുള്ള ടിക്കറ്റ്. അപ്പം പല സമയത്തും ടിക്കറ്റ് ഇതേപോലെ വേരി ചെയ്തിരിക്കും. ഇപ്പം നമ്മൾ പാക്കേജൊക്കെ എടുത്ത് പോകുമ്പോഴത്തേക്കും ആ ടിക്കറ്റ് ഫെയർ കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളാം. അപ്പം അങ്ങനെ പാക്കേജ് എടുത്ത് പോരുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ അങ്ങനെ മാൽദീവ്സിൻ്റെ കരയിൽ ഉള്ളിൽ ഭാഗത്ത് കൂടെ നടക്കുമായിരുന്നു. അപ്പം ഇവിടെ എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ വെള്ള മണലാണ്. അപ്പോൾ ഈ സൈഡിൽ കുറച്ചുകൂടെ മണൽ കുറച്ചുകൂടെ ഉറച്ചിരിക്കുന്ന ഏരിയ ആണ് കേട്ടോ. മറ്റേ ബീച്ച് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ നടക്കുന്ന സമയത്ത് ഇങ്ങനെ കുഴിഞ്ഞു പോകും. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മരങ്ങളുടെ ഒക്കെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. ബീച്ചിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല വെയിലാണ് വരുന്നത്. ഇപ്പം നല്ലൊരു തണുത്ത കാറ്റും മരത്തിൻ്റെ അവിടുന്ന് ആ ഒരു ഷെയ്ഡൊക്കെ കൂടെ കിട്ടുമ്പോഴത്തേക്കും നല്ല രസമാണ്. ഇപ്പം ഇവിടെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഒരു പച്ചപ്പൊക്കെ ആയിട്ട് ഈ ഒരു ഏരിയ. നമുക്ക് ഇവിടെ ഈ വേലി അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ല. ഫുള്ള് നമ്മൾ വേലി ഉണ്ടാക്കിയേക്കുന്നത് ഈ ചെറിയ കുറ്റിച്ചെടികൾ പോലെ ഓരോ അത് ചെറിയ ചെടികളുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് നിർത്തിയാണ് രണ്ട് സൈഡിലും ഒരു വേലി പോലെ അവർ ആക്കി വെച്ചേക്കുന്നത്. അതൊക്കെ ഒരു വെറൈറ്റി കാഴ്ച തന്നെയാണ്. ഒരു നൈറ്റിൽ സ്റ്റേ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമാണ് വരിക. ഒരു ദിവസം ഒരു 70,000 സ്റ്റാർട്ടിങ് തൊട്ടൊക്കെയാണ് റേറ്റ് വരിക. 70,000 തൊട്ട് ഏകദേശം
1, 2, 3 ലക്ഷം വരെയും അത് റിസോർട്ട് അനുസരിച്ച് ആ റേറ്റിന് വേരിയേഷൻ വരും. അപ്പം നമുക്കിങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇവിടുത്തെ സ്റ്റേക്ക് ഇങ്ങനെയാണ് ഇത്ര റേറ്റോളം വരും എന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. റേറ്റ് ഇങ്ങനെ വേരി ചെയ്തിരിക്കും. അതുപോലെ തന്നെ സീസൺ അനുസരിച്ചും വേരി ചെയ്തിരിക്കും. റിസോർട്ട് അനുസരിച്ച് വേരി ചെയ്യുന്ന പോലെ സീസൺ അനുസരിച്ചും വേരി ചെയ്യും. പിന്നെ ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോക്കൽ ഐലൻഡ്സിൽ അതായത് അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ നേറ്റീവ് ആൾക്കാർ താമസിക്കുന്ന ഏരിയയിൽ അവർ തന്നെ കുറച്ച് ഹോം സ്റ്റേ പോലെയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. അപ്പം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലൊക്കെ ആയിരിക്കും. റിസോർട്ടുകളിലേക്ക് വരുമ്പോഴാണ് കുറച്ചുകൂടെ റേറ്റൊക്കെ കൂടി വരിക. അപ്പോൾ ആ റിസോർട്ടായിട്ട് പ്രൈവറ്റായിട്ട് എടുക്കുന്ന ആ ഒരു ഏരിയയിൽ ലോക്കൽ ആൾക്കാർ ഇല്ലായിരിക്കും. അതായത് തീരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ലയെന്ന് തന്നെ വേണം പറയാൻ. അവിടേക്ക് കൂടുതലും ടൂറിസ്റ്റുകളാണ്, ടൂറിസ്റ്റ് സ്റ്റേ മാത്രമാണ് വരിക. ഇപ്പം ഇവിടെയൊക്കെ ഓരോ റൂംസും ടൂറിസ്റ്റിന് വേണ്ടി അലോട്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എല്ലാ സ്ഥലവും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വഴിയും ഒരുപോലെ തന്നെ തോന്നും. ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും മരങ്ങളും അങ്ങനെ ഒരു പച്ചപ്പും എല്ലായിടത്തും ഈ ഒരു വെള്ള വിരിച്ച റോഡൊക്കെ ആയിട്ട് നമുക്ക് എല്ലായിടും ഒരുപോലെ തോന്നി. കാരണം എനിക്കിവിടെ വന്ന് ഫസ്റ്റ് ഡേ ഞാനിവിടെ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ഒരു 2 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞിട്ട് തിരിച്ചെനിക്ക് റൂമിലേക്ക് വരാനായിട്ട് വഴി അറിയത്തില്ലാണ്ടായിപ്പോയി. കാരണം എല്ലായിടും എനിക്ക് ഏകദേശം ഒരുപോലെ ഇരിക്കുന്നു. എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലേക്ക് പോയാലും പുറകിലേക്ക് പോയാലും സൈഡിലേക്ക് പോയാലും എല്ലാം ഈ വെള്ള മണലും ഇതൊക്കെ മാത്രമാണ്. അവിടുത്തെ റൂമുകളും എല്ലാം ഏകദേശം ഒരേപോലെ ഒരേ പാറ്റേണിലൊക്കെ തന്നെ ഇരിക്കും. അപ്പം ഇവിടേക്കൊക്കെ വരുന്നത് ഇൻഫിനിറ്റി പൂൾസ് ഒക്കെ വരുന്നുണ്ട്. ഇതിലെല്ലാം നമുക്ക് സ്വിമ്മിങ്ങും അങ്ങനത്തെ വാട്ടർ ആക്ടിവിറ്റീസ് മാത്രമല്ല, നമുക്ക് ആൾക്കാരെ അല്ലെങ്കിൽ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്പോർട്സ് ആക്ടിവിറ്റീസ്, അതായത് വോളിബോൾ കോർട്ട്, ബാസ്കറ്റ് ബോൾ കോർട്ട്, ഇതുപോലെ ഇൻഡോർ സ്റ്റേഡിയം, ഇൻഡോർ ഗെയിംസിനുള്ള വേറെ തന്നെ റൂംസ്, ഫുട്ബോളിനുള്ള ഗ്രൗണ്ട്, അങ്ങനെ ഈ ഒരു ഐലൻഡിൽ തന്നെ ഇത്രയും ആക്ടിവിറ്റീസ് എല്ലാം അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനുപരി ഏറ്റവും മെയിനായിട്ട് വരുന്നത് ഈ പറയുന്ന വാട്ടർ ആക്ടിവിറ്റി ആയ സ്നോർക്കലിങ്ങും ഡൈവിങ്ങും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെയാണ് ശരിക്കും ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഉള്ളിൽ ഭാഗത്തു നിന്ന് നടന്ന് തീരത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു കടലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഈ പകല് കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ ഭംഗിയാണ് ഇതിലെ നൈറ്റിൽ കാണുന്നത്. ഇതെല്ലാം തടിയും കൊണ്ടാണ് ഇവരിവിടെ ഉണ്ടാക്കി വെക്കുന്നത്. തടിയുടെ പലകൾ വെച്ച് കെട്ടിയേക്കുന്ന ഒരു ചെറിയ പാലം വന്നിട്ട് അത് ആ വെള്ളത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ചേക്കുന്ന ഒരു ബാറാണ്, ഒരു റെസ്റ്റോ ബാർ. അപ്പോൾ വെയിൽ നല്ല രീതിയിൽ കണ്ണിലേക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പം നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്ട് കേരളത്തിന് സിമിലർ ആയിട്ടുള്ളൊരു കാലാവസ്ഥ തന്നെ, കേരളത്തിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലം തന്നെയാണല്ലോ മാൽദീവ്സ്. അപ്പം നമ്മുടെ ലക്ഷദ്വീപ്, മലയാള ഭാഷ സംസാരിക്കുന്ന ലക്ഷദ്വീപിൻ്റെ ഭാഗമായ മിനിക്കോയ് എന്ന് പറയുന്ന ആ ഒരു ഐലൻഡ് മാൽദീവ്സിൻ്റെ തൊട്ടടുത്താണ് കിടക്കുന്നത്. അപ്പം അതായത് കേരളത്തിനോട് അടുത്ത് കിടക്കുന്ന ആ ഒരു മിനിക്കോയ് എന്ന് പറയുന്ന ആ ഒരു ഐലൻഡ് പോലും മാൽദീവ്സിൻ്റെ തൊട്ടടുത്താണ്. അവിടുത്തെ ലാംഗ്വേജ് പക്ഷേ ഈ മാൽദീവിയൻ ലാംഗ്വേജ്, മാൽദീവ്സിൻ്റെ നേറ്റീവ് ലാംഗ്വേജ് ആയ ദൈവേഹി എന്ന് പറയുന്ന ലാംഗ്വേജാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കേരളത്തിലേക്ക് അടുത്ത് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് അവിടുത്തെ സിമിലർ കാലാവസ്ഥയായിരിക്കും നമ്മുടെ ഇവിടെ വരിക. പക്ഷെ ഇതിൽ കുറച്ച് ചൂടുണ്ട്, നല്ല ചൂടുള്ള ഒരു ഇത് ഏരിയയാണ്. സീയിലേക്ക് നടുക്കേക്കൊക്കെ, അതായത് കടൽ തീരത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഡയറക്റ്റ് സൺറൈസ് ആണ് അടിക്കുക. അപ്പം ഇവിടേക്ക് വരുമ്പോൾ സമയത്ത് ചെറിയ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് ഇറങ്ങുന്നത് സേഫ് ആയിരിക്കും. അപ്പം ഇത് ഫുള്ള് ഒരു നീലമയമാണ് കേട്ടോ. നീല ആകാശം, നീല കടല്, വെള്ള മണല് കൊണ്ട് ഫുള്ള് നല്ലൊരു ഭംഗിയുള്ള ഒരു ഏരിയ ആണ്. അതിൽ ഒരു തടിയും കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റ് ഏരിയയും ഒക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ദൂരെ നോക്കിയാൽ കാണുന്നത് വേറെ ഒരു ഐലൻഡാണ്. അപ്പോൾ ആ ഏരിയയിലേക്കാണ് ഇത് നൈറ്റ് ക്യാമ്പ് ഫയർ പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ നടത്തണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ചെറിയ
ബോട്ട് ആക്ടിവിറ്റീസ് ഒക്കെ അങ്ങോട്ട് വരെ പോയി വരാം, അങ്ങനെയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ചെറിയ ആ ഒരു ഹൈലൻഡ്സിൻ്റെ പാർട്ടായിട്ട് വരുന്നതും ഒരു വെറൈറ്റി കാഴ്ച തന്നെയാണ്. അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയയിലേക്ക് നടന്നു നീങ്ങായിരുന്നു. ഇപ്പം നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെ. നൈറ്റ് വ്യൂ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്, അതും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഫുള്ള് ഈ പറയുന്ന ലൈറ്റ്സ് ഒക്കെ ഇവിടെ കാണുന്ന എല്ലാം തെളിയിക്കും. അപ്പം അതിൻ്റെ മുകളിലേക്കുള്ള ഏരിയയിലുള്ള ആ ഒരു സൈഡിലൊക്കെ ഉള്ള ലൈറ്റുകളെല്ലാം റെഡും യെല്ലോയും ഷെയ്ഡുള്ള പല ലൈറ്റ്സുകളൊക്കെ വന്നിട്ട് ഈ ഒരു ഏരിയ ഫുള്ള് ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണിച്ച് ഭയങ്കര ഒരു ഭംഗിയുള്ള ഏരിയ ആവും. അപ്പം ആ ഒരു വൈകുന്നേര സമയത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ കാഴ്ചകളൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കാണാം. ഹായ്, നൈസ്. ഇവിടെയൊക്കെ നല്ല ഒരു ടേബിളും ചെയർ സെറ്റപ്പ് ഒക്കെ. ഓക്കെ ഓക്കെ, താങ്ക് യു. അവിടെയെല്ലാം ടേബിളും ചെയർസും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഗസ്റ്റിന് വന്ന് ഫുഡ് കഴിക്കാനും ഡ്രിങ്ക്സ് കഴിക്കാനും ഒക്കെ ഒരു അറേഞ്ച്മെൻറ്റ് അവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ പുറത്തേക്കാണേലും വന്നിട്ട് അവർ ഗസ്റ്റ് ഇവിടെ ഇരിക്കുക, അവർ ഓർഡർ ചെയ്യുന്ന ഫുഡ് ഇവരുടെ ടേബിളിൽ കൊണ്ടുവരും. അപ്പം ഈ ഒരു സീ വ്യൂ ഒക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഫീലായിരിക്കും അല്ലേ. നോക്കി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പിള്ളേരൊക്കെയാണ്, കൊച്ചു പിള്ളേരാണ് പോലും അവരെയും ധൈര്യമായിട്ട് വെള്ളത്തിലേക്ക് വിടാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. കാരണം അത്ര വലിയ ആഴമില്ല. സ്നോർക്ലിങ്ങും ഒക്കെ വരുന്ന സമയത്ത് ആ ഡിഫൈൻ ചെയ്തേക്കുന്ന ബോർഡർ വരെ എന്നാണേലും ഫ്രീ ആയിട്ട് പോകാവുന്ന, സേഫായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പോകാൻ പറ്റുന്നതാണ്. കണ്ണാടി പോലത്തെ വെള്ളം, ഭയങ്കര ക്ലീൻ വാട്ടർ. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടെ ഇതില്ല, ഈ എന്താ പറയുക വേസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇടുന്നില്ല. അപ്പം നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നല്ല രസമുണ്ട് കേട്ടോ. നൈസ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാൻ. ഇവിടെയൊക്കെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്ത് ഇവിടെ ഇരുന്ന് രാത്രിയിൽ ഈ ഒരു ലൈറ്റിങ്ങും ഈ ഒരു കടൽ കാറ്റൊക്കെ അടിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ നൈറ്റിൽ വന്ന സമയത്ത് ഇവിടെ ഫുള്ള് ഗസ്റ്റൊക്കെ ആയിരുന്നു. അപ്പം അവർ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ചെയ്യുന്നതും അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് വന്നാൽ ഇവിടെ കുറച്ച് സോഫയും ടേബിളും ചെയറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. സൂപ്പർ. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം എല്ലാം ഒരു തടിയും കൊണ്ടുണ്ടാക്കിയേക്കുന്ന ഒരു കെട്ടിടങ്ങളും ഏരിയാസൊക്കെയാണ്. ഭയങ്കര ഭംഗിയാണ്. അവിടുത്തെ ടേബിളും ചെയറും ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്നതൊക്കെ ആണെങ്കിൽ പോലും ഭയങ്കര ഒരു ലക്ഷറി ടച്ചാണ്. ഹായ്. ഇപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ നമ്മുടെ ഇത് ആപ്ലിക്കേഷനിൽ നോക്കിയാൽ നമുക്ക് ഇപ്പോൾ മഴയുടെ ആ ഒരു സാഹചര്യമൊക്കെ നമുക്ക് അറിയാം. ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോഴത്തേക്കും അവരുടെ ക്ലൈമറ്റ്, അതായത് നല്ല തണുപ്പുള്ള ഒരു സമയത്ത് അവരുടെ നാട്ടിൽ നല്ല തണുപ്പുള്ള സമയം, അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത തണുപ്പ് വരുന്ന സമയത്ത് അവർ ഒരു മാസത്തോളമൊക്കെ വെക്കേഷനിൽ അവർ ഇങ്ങോട്ട് വരും. ഇവിടെ വന്ന് ഒരു മാസത്തോളം ഇവിടെ സ്റ്റേ ചെയ്ത് എൻജോയ് ചെയ്ത് തിരിച്ചു പോകുന്ന ഒരു പതിവാണ് കാണാറുള്ളത്. ആക്ച്വലി ഒരു മന്തിലെ സ്റ്റേ ഒക്കെ വരുമ്പോഴത്തേക്കും നല്ല റേറ്റ് ആവും. പക്ഷെ നമ്മൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു 2-3 ദിവസമൊക്കെ വന്ന് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ലൊക്കേഷനാണ് മാലദ്വീപ്സ് എന്ന് പറയുന്നത്. ഇതിപ്പം നമുക്ക്
അതിൽ കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് കാണാനുള്ളത് ഈ വൈറ്റ് സാൻഡ് ബീച്ചും നീലക്കടലും ഈ ഒരു ആക്ടിവിറ്റി വാട്ടർ ആക്ടിവിറ്റി ആയ സ്നോർക്കലിങ്ങും ഒക്കെ തന്നെയാണ്. അപ്പം ലോങ് ടൈം നിൽക്കുന്നതിനെക്കാട്ടിലും ഷോർട്ട് ടൈം നമുക്ക് വന്ന് എൻജോയ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഞാൻ അവിടെ ആ ഒരു റെസ്റ്റോ ബാർ വെള്ളത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത ആ ഒരു റെസ്റ്റോ ബാറിൻ്റെ ഏരിയ ഒക്കെ കണ്ട് ഞാനിങ്ങനെ തിരിച്ചു വരുക. ഇപ്പം ഈ ഒരു സമയമാണെങ്കിലും നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ വെള്ളം അത്ര ഒരു എന്താ പറയുക ഉലച്ചിലില്ല, തീരത്തിന് അങ്ങനെ ഒരു ഉലച്ചിലില്ല, കുറച്ചുകൂടെ കാമായിട്ടാണ് കിടക്കുന്നത്. ലാസ്റ്റ് ഒരു 2 ദിവസം മുന്നേ വരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മഴയൊക്കെ കൂടെ വന്നപ്പോഴത്തേക്കും വെള്ളമൊക്കെ മൊത്തത്തിൽ ആർത്തിരമ്പുമായിരുന്നു. അപ്പം ഈ സ്നോർക്കലിംഗ് ഒക്കെ ആ സമയത്ത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവും. അപ്പം ഇന്ന് കുറച്ചുകൂടെ നല്ലൊരു ക്ലൈമറ്റാണ്. കുറച്ചധികം ആൾക്കാർ സ്നോർക്കലിങ്ങിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കും ഇറങ്ങാം. അല്ല, കൊച്ചു കുട്ടികൾ, തീരെ കുഞ്ഞു കൊച്ചൊക്കെയാണ് അവിടെ സ്നോർക്കലിംഗ് ഇറങ്ങിയേക്കുന്നത്. കാരണം അത്ര സേഫാണ്. കാരണം ഡെപ്ത് ഇല്ല, വെള്ളത്തിന് അത്ര ഡെപ്ത് ഇല്ല, സേഫാണ്. അത് അവരുടെ ആ ഒരു സേഫ് ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊങ്ങിക്കിടന്നോളൂ. അവിടെ എത്ര വേണേലും സമയം അവിടെ എൻജോയ് ചെയ്ത് തിരിച്ചു കയറാം. ഐലൻഡ് ശരിക്കും പറഞ്ഞാൽ 1 കിലോമീറ്ററോളം നീളവും ഏകദേശം ഒരു 300 ആ ഒരു റേഞ്ചിൽ വീതിയെ വരുന്നുള്ളൂ. അപ്പം നമുക്ക് ഇതിൻ്റെ നടുക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡിൽ നിന്ന് കടലും ആ കടലിൻ്റെ ഒച്ചയൊക്കെ കേൾക്കാം. അപ്പോൾ ഈ ഒരു ചെറിയ ഐലൻഡ് അല്ലെങ്കിൽ റിസോർട്ട് സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ കാണുന്നത് ബഗ്ഗീസ്. നമ്മൾ അവിടെ നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ കാണുന്ന പോലെ വലിയ ബസ്സോ കാറോ അങ്ങനെ ഒന്നും ഓടിക്കേണ്ട ഒരു അവസ്ഥ, ഒരു സാഹചര്യം വരുന്നില്ല. അങ്ങനെ ടാറിട്ട റോഡോ അങ്ങനെ ഒന്നുമില്ല. ഫുള്ള് ഇതേപോലത്തെ മണലാണ്. അപ്പം അവിടെ കൂടുതൽ നമുക്ക് കാണുന്ന ബഗ്ഗീസ് ആണ് ഞാൻ പറഞ്ഞ ബഗ്ഗീസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ വരുന്നുള്ളൂ. പിന്നെ എന്തെങ്കിലും എമർജൻസി കേസസോ അല്ലെങ്കിൽ എമർജൻസി കോൾസോ എന്തെങ്കിലും സപ്ലൈ ചെയ്യേണ്ട ഹെവി സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ബഗ്ഗീസൊക്കെ എടുക്കാറുള്ളത്. അപ്പോൾ ഇത് ഇലക്ട്രിക് ഡ്രിവൻ ആണ്. അതുകൊണ്ട് തന്നെ പൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇതാണ് ഞാനൊന്ന് അടുത്ത് കാണിക്കാം. നമ്മുടെ ബഗ്ഗി ക്ലിനിക്ക് യൂസിന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തേക്കുന്ന ബഗ്ഗിയാണ്. അപ്പം പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബഗ്ഗീസ് പല രീതിയിലായിരിക്കും ഇത് മോഡിഫൈ ചെയ്തേക്കുന്നത്. ഈ ബഗ്ഗിയിലാണെന്നുണ്ടെങ്കിൽ പേഷ്യൻസിന് കിടക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു അറേഞ്ച്മെൻറ്റ്, ഒരു കിടക്കുന്ന ഒരു സെറ്റപ്പ് അവിടെയുണ്ട്. പിന്നെ പുറകിൽ ഒരു സീറ്റുണ്ട്, ഡ്രൈവർക്കുള്ള ഒരു ചെറിയ സീറ്റും ഉണ്ട്. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള ഫസ്റ്റ് എയ്ഡ് കിറ്റും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ക്ലിനിക്കിലെ ബഗ്ഗി. അപ്പം നമുക്ക് വേറെ ബഗ്ഗീസൊക്കെ പല രൂപത്തിലുള്ള ബഗ്ഗീസൊക്കെ ഇവിടെ കാണാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കുട്ടി ഐലൻഡിൽ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബഗ്ഗീസും ഒക്കെ കാണുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മുടെ നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ ബഗ്ഗീസ് അവൈലബിൾ ആണ്. വലിയ ഹോസ്പിറ്റലുകൾ കാര്യങ്ങളൊക്കെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പൗണ്ടിൽ തന്നെ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബഗ്ഗീസൊക്കെ യൂസ് ചെയ്ത് കാണാറുണ്ട്. അപ്പം എല്ലാം കൊണ്ടും ഇങ്ങനെ ഓരോരോ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഐലൻഡുകളിലെ ഭംഗി ഒന്ന് വേറെ തന്നെ. നമ്മൾ ഇപ്പം നമ്മുടെ ഫ്രണ്ട് ഏരിയയിൽ നിന്ന് ഏകദേശം ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന ഒരു റെസ്റ്റോ ബാർ ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. ഭയങ്കര അടിപൊളി കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. ഇതിങ്ങനെ ഒരു നടപ്പാത പോലെ വന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് സീയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു റെസ്റ്റോ ബാർ ഇത് ക്രിയേറ്റ് ചെയ്തേക്കും. അവിടെ നൈറ്റ് ടൈമിൽ ഈ ഫുള്ള് റെഡും യെല്ലോ ലൈറ്റിങ്ങും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാണ്. ഇവിടുന്ന് ഞങ്ങള് നല്ല അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പം ഇവിടുന്ന് ഫോട്ടോസ് എടുക്കാനും അതേപോലെ തന്നെ റിലാക്സ് ചെയ്യാനും ഒക്കെ പറ്റിയ സൂപ്പർ സ്പോട്ടാണ്. അപ്പം ഇതിനുള്ളിൽ ഇപ്പം കുറേ ഫോറിനേഴ്സ് ഒക്കെ ഉണ്ട്. അവിടെ ഉള്ളിലിരുന്ന് ഭക്ഷണം കഴിക്കുകയും പിന്നെ അതിന്ന് ഉള്ളിലേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് വേറൊരു സ്റ്റെപ്പ് ഉണ്ട്, ഒരു ബാൽക്കണി പോലെ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് ഡയറക്റ്റ് സീ വ്യൂവും കണ്ട് അവിടെ നിൽക്കാനും അതും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇങ്ങനെ ഈ കടലിങ്ങനെ ആർത്തിരമ്പിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഒച്ചയും ഇങ്ങനെ തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഫുള്ളി റിലാക്സ്ഡ് ഫീലാണ്. ഭയങ്കര രസമാണ് കേട്ടോ.
ഇവിടെ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് വരുമ്പോഴാണ് ഈ ഏരിയയുടെ ഭംഗി കൂടുതൽ കൂടുന്നത്. പകലാണെങ്കിൽ നമുക്ക് ഇത്ര ഒരു ലൈറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് ഇത്ര ഒരു ഭംഗി എടുത്ത് കാണിക്കുന്നില്ലെങ്കിലും ഭംഗി തന്നെയാണ്. ഈ ഒരു ഈവനിങ് വാക്കിനൊക്കെ ഇറങ്ങുന്ന സമയത്ത് റെസ്റ്റോ ബാറിൽ പോയിരുന്നിട്ട് ഒരു ജ്യൂസ് കുടിക്കാനും ചായ കുടിക്കാനും എൻജോയ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു ഏരിയ തന്നെയാണ്. അപ്പം ഇതിലെ കൂടെ ഈ നടക്കുന്ന ഒരു ഏരിയ തടി വെച്ചിട്ടാണ് അവര് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അതിലൂടെ കൂടുതൽ ഇപ്പം നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒന്നും ചെരുപ്പ് അങ്ങനെ അധികം ആൾക്കാർ ഇടാറില്ല. തനിയാ പഞ്ചസാര മണലിൽ കൂടെ ബെയർ ഫുട്ടില് നടന്നാണ് ആൾക്കാർ പോവാറുള്ളത്. ചെരുപ്പിടാറുള്ളവരൊക്കെ വിരളാണ്. അപ്പൊ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെരുപ്പില്ലാതെ നടക്കുന്നത്. അപ്പം ഇതിലെ കൂടെ ഒക്കെ ആണെങ്കിലും ചെരുപ്പിന്റെ ഒരു ആവശ്യം വരില്ല, കാരണം ഇവിടെ ചെളിയില്ല. ഫുള്ള് ഈ മണൽത്തരി, വെള്ള മണൽത്തരിയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഫുള്ളി കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുവായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. ദൂരെ അപ്പുറത്ത് വേറെ കുറച്ച് ഐലൻഡ്, കുറച്ച് ചെറിയ ചെറിയ ഐലൻഡ്സ് ഒക്കെ അവിടെ കാണാം. പിന്നെ പാർക്ക് ചെയ്തിട്ടേക്കുന്ന കുറെ ഷിപ്പുകളും ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഫുള്ളി ലൈറ്റിംഗ് ഒക്കെ കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് ഇവിടെ. ഈവനിങ് വാക്ക്, ഈ നൈറ്റ് ടൈം വാക്കിനും ഒക്കെ ഭയങ്കര ഒരു ഫീലാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അയ്യോ, അത് എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ അത് മനസ്സിലാവത്തുള്ളൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം അത് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഭയങ്കര സൂപ്പർ ഫീലാണ് കേട്ടോ. അങ്ങനെ കുറെ നേരമായി ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്ന, ടൈം പോകുന്നതേ അറിയുന്നില്ല. കുറെ നല്ല നിമിഷങ്ങൾ എനിക്ക് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഭയങ്കരമായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ഈ റെസ്റ്റോ ബാർ ഏരിയയിലേക്കുള്ള ആ ഒരു പാത്തിക്കൂടെ പയ്യെ നടന്നു നീങ്ങായിരുന്നു. ക്ലിയർ വാട്ടറിൽ കൂടെ നമുക്ക് കുറെ മീനുകളൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നൊക്കെ കാണാൻ പറ്റും. അപ്പോ അവിടെ ഉള്ളിലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിന്റെ രണ്ട് സൈഡിലും നമുക്ക് ഫുള്ള് എന്താ നമ്മുടെ മുഖത്തേക്കും ഈ സൈഡിലേക്കൊക്കെ വെട്ടം അറേഞ്ച് ചെയ്തേക്കുന്നത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റാണ് ഇവിടെ. സൂപ്പർ.